റഷ്യയുടെ പഴയ രൂപമായിരുന്ന സോവിയറ്റ് യൂണിയൻ അമേരിക്കയെ തിരുത്താൻ ഇന്ത്യയുടെ രക്ഷയ്ക്ക് എത്തിയില്ലായിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്താവുമായിരുന്നു എന്നത് റഷ്യൻ വ്യാപാര ഇടപാടിന്റെ പേരിൽ ട്രംപ് 50% തീരുവ ചുമത്തിയ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയാലും ട്രംപ് ആയാലും മറ്റ് ആര് തന്നെ ആയാലും ആ രാജ്യത്തിന്റെ ഇന്ത്യയോടുള്ള അടിസ്ഥാന സ്വഭാവം മാറുകയില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും സോവിയറ്റ് റഷ്യയോടുള്ള ഇന്ത്യയുടെ അടുപ്പത്തിനും മാറ്റം വരികയുമില്ല. ഇന്ത്യൻ ജനതയ്ക്ക് സോവിയറ്റ് റഷ്യയോടുള്ള അടുപ്പവും ഏറെ വൈകാരികമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് കൂടുതൽ കരുത്തേകിയ 1971 കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ പ്രമുഖ റഷ്യൻ മാധ്യമമായ സ്പുടനിക്കിന്റെ വീക്ഷണത്തിലൂടെ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അന്വേഷിച്ചാൽ അത് ചെന്നെത്തി നിൽക്കുക 1971 ഇന്ത്യ പാക് യുദ്ധത്തിലേക്കും സോവിയറ്റ് യൂണിയന്റെ നിർണായക സഹായം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതിലുമായിരിക്കും. കേവലം 13 ദിവസം മാത്രം നീണ്ടുനിന്ന ഈ യുദ്ധം അന്നത്തെ ബംഗ്ലാദേശിലെ മാനുഷിക പ്രതിസന്ധിയിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്കെതിരെ വ്യാപകമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഇടപെടുകയാണ് ഉണ്ടായത്. ഇതാണ് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി പരിണമിച്ചത്. യുദ്ധത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സൈനികവും നയതന്ത്രപരവുമായ പിന്തുണ ഇന്ത്യ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒപ്പം പാകിസ്ഥാന്റെ പരാജയത്തിനും ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം രൂപീകരിക്കുന്നതിനും അത് വഴിയൊരുക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ പിന്തുണ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്.